ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരായ കോടതിയുടെ നീക്കങ്ങൾ പോലീസ് എടുത്ത കേസും അതിന്റെ തുടർ നീക്കങ്ങളും കോടതി നിർണായകമായ നിരീക്ഷണങ്ങളിലേക്ക് കൂടി വരികയാണ്. 12 കേസ് വീണ്ടും പരിക്കുകയാണ്. കോടതി ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങാത്ത ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കമാണ് കോടതിയെ ഈ തരത്തിൽ വലിയ തരത്തിലുള്ള പരാമർശങ്ങൾക്ക് ഇടവച്ചിരിക്കുന്നത്. 12 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ഏതു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമെന്നത് പ്രധാനപ്പെട്ട കാര്യം. ജാമ്യം റദ്ദ് ചെയ്യപ്പെടുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെ നിൽക്കുന്നു. കിരൺ, ഒരു കാര്യം കൂടി, നേരത്തെ സംസാരിച്ച പ്രമുഖ അഭിഭാഷകരൊക്കെ പറയുന്നത് വേണ്ടി വന്നാൽ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള വ്യവസ്ഥ കോടതിക്ക് മുന്നിലുണ്ട്. കാരണം അസാധാരണ സാഹചര്യങ്ങളിൽ കോടതി നടത്താറുണ്ട്. അതിന് അത്തരം സാഹചര്യങ്ങൾ തന്നെ ഉണ്ട്. ഒരുപക്ഷെ ജാമ്യ വ്യവസ്ഥകൾ കൂടുതലായി ഏർപ്പെടുത്തിയേക്കാം, അതല്ലെങ്കിൽ ജാമ്യം റദ്ദ് നമുക്ക് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയിലെ അഭിഭാഷകരുമായി സംസാരിച്ചതിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് കോടതിക്ക് സാധാരണഗതിയിൽ ഇങ്ങനത്തെ വിഷയങ്ങളിൽ കോടതി ഇടപെടാറില്ല. അസാധാരണമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് കോടതി ഇത്തരത്തിൽ ഇടപെടുന്നത്. ജാമ്യം ലഭിച്ചു, അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം അന്ന് തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയില്ല എന്ന് കരുതിയോ അല്ലെങ്കിൽ അടുത്ത ദിവസം പുറത്തിറങ്ങിയില്ല എന്ന് കരുതിയോ ഒന്നും കോടതി അത്ര ഇടപെടലുകൾ നടത്താറില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഏതെങ്കിലും മറ്റ് ജാമ്യത്തിന് വ്യവസ്ഥയ്ക്ക് ആളിനെ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജാമ്യവ്യവസ്ഥ പാലിക്കാൻ മറ്റ് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടോ സാമ്പത്തികമായോ അല്ലെങ്കിൽ ആൾബലം ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇറങ്ങാതിരുന്നതിന് മറ്റൊരു കാരണം കൂടി അദ്ദേഹം പറയുകയാണ്. അടിയന്തരമായി ഇറങ്ങണം എന്ന ആവശ്യവുമായി കോടതിയിലേക്ക് ചെല്ലുന്നു. കോടതി അടിയന്തരമായി ഇറങ്ങാനുള്ള അനുമതി നൽകുന്നു. പ്രത്യേകിച്ച് തന്റെ വലിയ ഒരു വ്യവസായ ശൃംഖലയുടെ വ്യാപാര ശൃംഖലയുടെ ഒക്കെ തലവനാണ്, ജീവനക്കാരൊക്കെ ഉള്ളതാണ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം വിഷയങ്ങളെ കാണിക്കുന്നു. സ്വാഭാവികമായും കോടതി മറ്റു വിഷയങ്ങളൊക്കെ പരിഗണിച്ച് ജാമ്യം അനുവദിക്കുമ്പോൾ പുറത്തിറങ്ങാതിരിക്കുന്നതിന് കാരണമായി പറയുന്നത് സമാനമായ അവസ്ഥയിൽ മറ്റു പലരുമുണ്ടോ ഇവിടെ, അവർക്കൊക്കെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം താൻ പുറത്തിറങ്ങാൻ കഴിയുന്നുള്ളൂ. ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതൊന്നുമല്ല ഇങ്ങനെ ഒരാൾ ജാമ്യം കിട്ടിയിട്ട് ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്ത പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജയിലുകളിൽ എല്ലാം തന്നെ ഉണ്ട്. എന്തായാലും അത്തരക്കാരുടെ ആളുകളുടെ എല്ലാം പ്രശ്നം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു നാടകത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കോടതിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കോടതി കാണുന്നത്. കോടതി സംവിധാനങ്ങളെ കളിയാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് ഇനി തുടർന്ന് മറുപടിക്ക് ശേഷവും ഏത് തരത്തിലുള്ള മുന്നറിയിപ്പായിരിക്കും നൽകുക, അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ എന്നതിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നു. ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുകയാണ്. 12 മണിക്ക് തൃശൂർ പ്രസ് ക്ലബിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിവാദ വിഷയങ്ങളിലടക്കം ഇനി ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും. കോടതിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, കോടതിയുടെ പരാമർശങ്ങൾ, ഒരുപക്ഷെ കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിലാവാം ബോബി മാധ്യമങ്ങളെ കാണുക. അത് സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന നിരീക്ഷണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഹണി റോസിനെതിരായ പരാമർശത്തിൽ പൂർണ്ണമായും മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറുമോ, അതല്ലെങ്കിൽ ചില പരാമർശ നിർദ്ദേശങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ, ഇനിയും തുടർ വിവാദ പ്രസ്താവനകൾക്ക് ബോബി ചെമ്മണ്ണൂർ തയ്യാറാകുമോ? അങ്ങനെ പ്രധാനപ്പെട്ട നിരവധി ചോദ്യങ്ങളുണ്ട്. ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമായ കാര്യമാണ്. രാഹുൽ ഈശ്വറിനെ പോലെ ബോബിയെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ എത്തുന്നവർക്കുള്ള അതിനോട് ബോബി ചെമ്മണ്ണൂർ എടുക്കാൻ പോകുന്ന നിലപാടെന്ത്? അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കോടതി നടത്തിയ പരാമർശങ്ങളുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന നീക്കങ്ങളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ കോടതി നടത്തുന്ന നീക്കങ്ങളെ വിമർശന ബുദ്ധിയാ കാണുന്ന നീക്കം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? എന്താണ് ഇക്കാര്യത്തിൽ അഭിഭാഷകർ നൽകാൻ പോകുന്ന നീക്കം? മേൽക്കോടതിയിൽ മറ്റ് സാധ്യതകൾ തേടുന്നുണ്ടോ? ഇങ്ങനെ ബോബി ചെമ്മണ്ണൂർ എന്ത് നിലപാടെടുക്കുമെന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ബോബി ചെമ്മണ്ണൂർ ഏറ്റുവാങ്ങേണ്ടി വരും. കിരൺ, 12 മണിക്ക് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 12 മണിക്ക് മുമ്പ് മറുപടി നൽകണം എന്നാണ് കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്ന അഭിഭാഷകർ അത്തരം മറുപടി 12 മണിക്ക് മുമ്പ് തന്നെ കോടതിയിൽ നൽകും. ആ മറുപടി പരിഗണിച്ചാവും കോടതിയുടെ തീരുമാനം വരിക. പക്ഷേ അതേ സമയത്ത് തന്നെ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വീണ്ടും നാടകീയമായി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. തൃശൂർ പ്രസ് ക്ലബിലാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് എന്താണ് പറയുന്നത് എന്നുള്ള ആകാംക്ഷ സ്വാഭാവികമായും ഉണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് നേരത്തെ സൈത്ത് തന്നെ ചോദിച്ചതുപോലെ ഇനി ഇതെല്ലാം തള്ളിപ്പറയുന്നതിന് നിരുപാധികം ക്ഷമ ചോദിക്കുന്നതിനൊന്നും
പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നതിനൊന്നും യാതൊരു മടിയുള്ള ആളല്ല, അതിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുമല്ല. എന്തായാലും ഇതുവരെ കളിച്ച കളിയാണ് ഇപ്പോൾ കളിക്കുന്നതെങ്കിൽ കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള ഒരു അനുഭവം ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു കേസ് പോലെ മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള കേസിനെ കാണുന്നത്. ബോബി ചെമ്മണ്ണൂർ സ്വയം ഒരു സെലിബ്രിറ്റിയായി കാണുന്നു. സ്വന്തം സാമ്പത്തികമായ ബലം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നിയമവ്യവസ്ഥയാകെ വെല്ലുവിളിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ മറ്റു സാധാരണക്കാരനായ ഒരാൾക്കുണ്ടാകുന്ന കേസിന്റെ സ്വഭാവത്തിനപ്പുറത്തേക്ക് മറ്റു ചില പ്രാധാന്യം കൂടി കോടതി ഈ കേസിലടക്കം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് ജാമ്യം അനുവദിച്ച് അയാൾ അന്ന് ഇറങ്ങിയില്ല എന്ന് കരുതി കോടതി ആ വിഷയത്തിൽ ഇടപെടുന്ന ഒരു പതിവ് കോടതിയിൽ അങ്ങനെ എത്രയോ പേർക്ക് എത്രയോ ആയിരങ്ങൾക്ക് ഇന്ത്യയിലെ ജയിലുകളിൽ അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ ഏതെങ്കിലും അവരുടെ പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം കൊണ്ടോ ഒപ്പം നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ടോ നിയമസഹായത്തിന് ആളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്തതുകൊണ്ടോ ഒന്നുമല്ല ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്തിറങ്ങാതെ നിൽക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്തിറങ്ങാതെ സമയം താമസിപ്പിച്ചിട്ട് അതും ഒരു നാടകമാക്കുകയാണ്. ഒരു തരത്തിൽ ചിലരൊക്കെ വിമർശിക്കുന്നത് പോലെ രാത്രിയായാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം പകലായാൽ കിട്ടുമെന്ന് കരുതിയോ അല്ലെങ്കിൽ തന്റെ കൂടുതൽ അണികളെയൊക്കെ അവിടെ എത്തിച്ച് ഇപ്പോൾ കണ്ടതുപോലെ പടക്കം പൊട്ടിക്കാനൊക്കെ കുറെ ആളുകളെ ഇത്തരം കുറെ ആളുകളെയൊക്കെ എത്തിച്ച് താൻ ഇറങ്ങുമ്പോൾ അതൊരു ഉത്സവമാക്കി മാറ്റാനോ അങ്ങനെ പലതരത്തിലേക്കുള്ള പദ്ധതികളൊക്കെ ചിലപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒരുക്കിയിട്ടുണ്ടാവും. അതിനൊക്കെ വേണ്ടിയാവും ചിലപ്പോൾ താമസിച്ചത്. അതിന് മറ്റൊരു സാധാരണ മനുഷ്യർക്ക് താല്പര്യം ഉണ്ടാകുന്ന തരത്തിൽ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് ഒരു അനുകമ്പ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാരണം പറയുകയായിരുന്നു. കേരളത്തിലെ ജയിലുകളിൽ ഇങ്ങനെ ആളുകളൊക്കെ കിടപ്പുണ്ട്, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന്. ഇത് ഇന്നോ ഇന്നലെയോ അറിയുന്ന ഒരു വിഷയമല്ല. എത്രയോ കാലമായിട്ടുള്ള പ്രശ്നമാണ്, എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നമാണ്. ജാമ്യം കിട്ടിയ പലർക്കും ജാമ്യം അത് പരിഹരിക്കേണ്ട പ്രശ്നവും കൂടിയാണ്. പക്ഷേ ഈ പരിഹരിക്കേണ്ട ഒരു പ്രശ്നത്തെ പൊതുവായി ആളുകൾ അംഗീകരിക്കുന്ന ഒരു പ്രശ്നത്തെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എടുത്തത് എന്തായാലും സതുദ്ദേശത്തോടു കൂടി അല്ല എന്ന് ചിന്തിക്കുന്നതിന് സാധാരണഗതിയിലൊക്കെ പറയുന്നത് പോലെ ആഹാരം തിന്നുന്ന ഏത് മനുഷ്യരും മനസ്സിലാവുന്ന ലോജിക്ക് മാത്രമേ ഇതിനകത്തുള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോൾ വീണ്ടും 12 മണിക്ക് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ പോവുകയാണ്. ഈ വാർത്താ സമ്മേളനം ഒരു തരത്തിൽ പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ കൂടി നിർണായകമാകാൻ സാധ്യതയുണ്ട്. കോടതിയുടെ തീരുമാനം 12 മണിക്ക് വരാതിരിക്കുകയും ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്താൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് ഒരു പിഴ വീണ്ടും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഈ കേസിലെ ജാമ്യത്തെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂർ ചിലപ്പോൾ അതിനെയും ഒരു അവസരമായി കാണുന്ന ആളാവും. കോടതിയെ വീണ്ടും ചിലപ്പോൾ പ്രകോപിപ്പിച്ചുകൊണ്ട് ജയിലിലേക്ക് പോകാം. അത്തരത്തിലുള്ള അവസരത്തിൽ കൂടി കിട്ടുന്ന വാർത്താ പ്രാധാന്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആത്മരതിയോ ഒക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.